നമ്മളിപ്പോൾ നിൽക്കുന്നത് വിഴിഞ്ഞത്ത് കല്ലുവെട്ടാൻകുഴി എന്ന സ്ഥലത്താണ്. ഈ കാണുന്ന ചർച്ചിന് മുൻവശത്തായിട്ടാണ് നമ്മുടെ സഞ്ജു സാംസണിൻ്റെ വീടുള്ളത്. കല്ലുവെട്ടാൻകുഴി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. സഞ്ജുവിൻ്റെ അച്ഛനും അമ്മയാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പോൾ ഗേറ്റൊക്കെ അടഞ്ഞു കിടക്കുകയാണ്, അതുകൊണ്ട് തന്നെ അകത്തുള്ള ദൃശ്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോഴുള്ള ടൂർണമെൻ്റൊക്കെ കഴിഞ്ഞിട്ട് സഞ്ജു സാംസൺ ഈ വീട്ടിലേക്കാണ് നേരെ വരുന്നത്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കടയക്കുളം എന്ന സ്ഥലത്തുള്ള സഞ്ജു സാംസണിൻ്റെ ആദ്യത്തെ വീടാണ്. കടയക്കുളത്തുള്ള ആ വീട്ടിൽ നിന്നുമാണ് സഞ്ജു സാംസൺ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലേക്ക് പ്രാക്ടീസിനായിട്ട് എത്താറുണ്ടായിരുന്നത് എന്ന് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വീട് കാണുന്നതിന് വേണ്ടിയിട്ട് കടയക്കുളത്തേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്ന വീടാണ് വിഴിഞ്ഞം കടയക്കുളത്തുള്ള സഞ്ജു സാംസണിൻ്റെ ആദ്യത്തെ വീട്. ഇപ്പോൾ ഇവിടെ മറ്റൊരു ഫാമിലിയാണ് താമസിക്കുന്നത്. സഞ്ജുവിൻ്റെ ഫാമിലിയിൽ നിന്നും ഈ വീട് വിലയ്ക്ക് വാങ്ങിയതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നവരോട് നമുക്ക് സഞ്ജുവിൻ്റെ വീടിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. വീട് സത്യം പറഞ്ഞ ഒരു ലക്കുള്ള ഒരു വീടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സഞ്ജു സാംസൺ ഇവിടെ നിന്നാണ് കളിച്ച് കയറി അങ്ങോട്ട് മാറിയത്. അപ്പോൾ നമുക്ക് ഈ വീട് വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ ഒരു സന്തോഷമുണ്ട്. കളിയിൽ കൂടെ ഇങ്ങനെ കയറിയ സഞ്ജു സാംസനെ ഓർത്തിട്ട്. അല്ലാതെ എന്തു പറയാനാ, വർഷങ്ങളായിട്ട് അവരിവിടെയാണ് താമസിച്ചിരുന്നത്. ഒരു 25 വർഷത്തോളം ഇവിടെ താമസിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ സഞ്ജു സാംസൻ്റെ കല്യാണ സമയത്തിന് മുമ്പെയാണ് ഈ വീട് വിറ്റത്. അപ്പോൾ സാലിയുടെ കല്യാണമൊക്കെ ഇവിടെ വെച്ചായിരുന്നു, മൂത്തയാളുടെ കല്യാണം. അപ്പോൾ അങ്ങനെ അവരിവിടെ നിന്ന് തന്നെയാണ് ഉയർന്നു പോയത്. എനിക്ക് നമ്മൾ വാങ്ങിച്ച സമയത്ത് വീട് ഇങ്ങനെ അല്ലായിരുന്നു, ഒരു പഴയൊരു വീടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 വർഷമായി ഇപ്പോൾ ഈ വീടൊന്ന് പണി ചെയ്തെടുത്തപ്പോഴത്തേക്കും. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു വീടാണ്, നല്ല ഐശ്വര്യമുള്ളൊരു വീടാണ്. സഞ്ജുവിൻ്റെ കത്തും കാര്യങ്ങളൊക്കെ ഇവിടെ, ബാങ്കിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വരാറുണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവർ തന്നെ വന്നു, അത് നമ്മൾ തന്നെ വിളിച്ചറിയിച്ചു ഇങ്ങനെ കത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ വന്ന് വാങ്ങിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, അത് മാറ്റി. ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം അങ്ങോട്ട് തന്നെ ആക്കിയിട്ടുണ്ട്. നമ്മുടെ നാട്ടുകാരനാണ്, അതും പറഞ്ഞിട്ട് സഞ്ജുവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടെ ഉണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. നന്നായിട്ട് കളിക്കുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. സഞ്ജു സാംസൺ വീട്ടിൽ താമസിക്കുന്നുണ്ട്, നല്ല സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ സന്തോഷം. അപ്പോൾ ആള് കളിയിൽ കയറി വന്ന് ഇവിടെ നിന്ന് തന്നെയാണ് കളിച്ച് കയറി വന്ന് ആൾ മാറിയത് ഇവിടെ നിന്ന്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മുടെ നാട്ടുകാരനാണ്, നമ്മുടെ വീട്ടിൽ താമസിച്ചു, അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ തന്നെ അതൊരു സന്തോഷം. അപ്പോൾ ഇതുപോലെ വന്നിട്ട് ഓരോരുത്തർ ചോദിക്കാറുണ്ട്, സഞ്ജു സാംസൻ്റെ വീടല്ലേ, എങ്ങനെയാണ്, അവരെക്കുറിച്ച് കോണ്ടാക്റ്റ് ഉണ്ടോ, സംസാരിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. സഞ്ജു സാംസൻ്റെ അമ്മയായിട്ട് നമ്മൾ കോണ്ടാക്റ്റൊക്കെ ഉണ്ട്, ആൻറ്റി വിളിക്കും, അങ്ങനെ ഒരു കുഴപ്പമില്ല, ഹാപ്പിയാണ്. അപ്പോൾ ആൻറ്റി വീട് തന്നതിൽ സന്തോഷത്തോടുകൂടിയാണ് തന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ വലിയൊരു അഭിമാനം എന്ന് പറയാം. അത് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. സഞ്ജു സാംസൻ്റെ കളി എന്ന് പറയുമ്പോൾ നമ്മൾ കയറി ഇരുന്ന് കാണും, കാരണം നമ്മുടെ നാട്ടുകാരനല്ലേ, അങ്ങനെ കാണാറുണ്ട്. ഉയരങ്ങളിലെത്താനാണ് പ്രാർത്ഥിക്കുന്നത്. ഇനി നമ്മുടെ നാടിന് ഒരു അഭിമാനമാണ് സഞ്ജു സാംസൺ ഇവിടെ നിന്ന് കളിച്ചു കയറി, നാടിന് തന്നെ അഭിമാനമാണ് സഞ്ജു സാംസൻ്റെ. എന്തായാലും പ്രാർത്ഥന ഉണ്ടാവും, സഞ്ജു സാംസൺ എപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.